എന്തിനു ശോകം വൃഥാ തവ കേൾക്കനീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം തന്മാംസരക്താസ്ഥി കൊണ്ടടോ. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്ക് നീ. നിശ്ചയം ആത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയും ഇല്ലെന്നറിയ നീ. സർവജൻ ജീവനേകൻ പരനദ്വയൻ ഔവ്യനാകാശതുല്യൻ അലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെയും അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവ് ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവൻ എങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനം അനാദ്യ വിദ്യാബന്ധഹേതുന. താനാം അഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായതും. സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും. മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മാനസ്തൽകൃത ബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ഞന. ചിത്തേ വിചാരിച്ചു കൺക നീ. സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാലെത്തും ആത്മാവിന് സംസാരവും ബലാൽ. ആത്മസ്തുലിംഗമായോരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ തത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാര